ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. നമ്മുടെ രാജ്യത്തെ മറൈൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള മർച്ചൻ്റ് നേവി കോഴ്സുകൾ പഠിക്കാൻ ഏറ്റവും ഉന്നതമായ സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട www.imu.edu.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ UG പ്രോഗ്രാമുകൾ BTech, BS, DNS പോലുള്ള UG പ്രോഗ്രാമുകൾക്കും അതുപോലെ PG പ്രോഗ്രാമുകൾ MBA പോലുള്ള PG പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യം IMU CET എന്നാണ് ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേര്. 2025-26 അധ്യയന വർഷത്തേക്കുള്ള ആ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വരേണ്ട വെബ്സൈറ്റ് തന്നെയാണ്. ആ വെബ്സൈറ്റിൽ രണ്ടാമത്തെ പേജിൽ അഡ്മിഷൻ തന്നെ നമ്മൾ അവിടെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്ലൈ നൗ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു വിൻഡോയിലേക്കാണ് നമ്മൾ പോവുക. ആ വിൻഡോയിൽ ഡേറ്റുകൾ പറയുന്നുണ്ട്. ഇത് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ തുടങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 7-ാം തീയതിയാണ്. ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 2-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. മെയ് 24-ാം തീയതി ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും. IMU CET എന്നാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേര് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന്, ഫിൽ ദ ആപ്ലിക്കേഷൻ, ഓൺലൈനായിട്ട് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. രണ്ടാമത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് ആപ്ലിക്കേഷനിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത് വരുന്ന സമയത്ത് അപ്ലോഡ് ഇമേജസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ത്രൂ ഫീ ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ്, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ചിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബ്ലൂ കളറിലൊരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ സൈൻ ഇൻ തന്നെ ഗ്രീൻ കളർ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ www.imu.cbeexam.com എന്ന ഇങ്ങനെ ഡയറക്റ്റ് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്താലും താഴോട്ട് വരുമ്പോൾ ഈ ഓപ്ഷൻസ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ സൈനിങ് ആണെങ്കിൽ സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാൻ പോവുകയാണ്. ഇവിടെ 5 പ്രോഗ്രാംസ് ഓഫേർഡ് അറ്റ് IMU ക്യാമ്പസസ്. ഇതിൽ കുറേ അഫിലിയേറ്റഡ് കോളേജുകളിലും ഈ പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് രാജ്യത്തിനകത്ത്. ഇപ്പോൾ കേരളത്തിനകത്തും കുറേ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ഒരു വീഡിയോയിലും നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജിനെ കുറിച്ചൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മാത്രമായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് UG പ്രോഗ്രാമുകളെ കുറിച്ചാണ്. 4 ഇയർ BTech മറൈൻ എഞ്ചിനീയറിംഗ് ചെന്നൈ, കൊൽക്കത്ത, നവീൻ മുംബൈ പോർട്ട് ക്യാമ്പസുകളിലാണ്. അതുപോലെ തന്നെ 4 ഇയർ BTech നേവൽ ആർക്കിടെക്ചർ ഓഷ്യൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വിശാഖപട്ടണം ക്യാമ്പസിലാണുള്ളത്. അതുപോലെ തന്നെ 4 ഇയർ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിശാഖപട്ടണം ക്യാമ്പസിലാണുള്ളത്. അതുപോലത്തെ 3 ഇയർ BSc നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമുണ്ട്. ചെന്നൈ, കൊച്ചി, നവീൻ മുംബൈ ക്യാമ്പസുകളിലുണ്ട്. അതുപോലെ തന്നെ 3 ഇയർ അപ്രൻറ്റിഷിപ്പ് എംബറാസ്ഡ് BBA മാരിടൈം ലോജിസ്റ്റിക് ഇൻ കൊളാബറേഷൻ വിത്ത് LSC എന്നുള്ള പ്രോഗ്രാമാണ്. അത് വിശാഖപട്ടണം ക്യാമ്പസിലുള്ളത്. 3 ഇയേഴ്സ് BBA ലോജിസ്റ്റിക് റീറ്റെയിലിംഗ് ആൻഡ് കൊമേഴ്സ് എന്ന പ്രോഗ്രാം ചെന്നൈയിലും കൊച്ചി ക്യാമ്പസിലും. അതുപോലെ തന്നെ 2 ഇയേഴ്സ് ആയിട്ടുള്ള MBA പ്രോഗ്രാമുകൾ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, വിശാഖപട്ടണം ക്യാമ്പസുകൾ. അതുപോലെ തന്നെ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് MBAയിലുണ്ട് ചെന്നൈയിലും കൊച്ചി ക്യാമ്പസിലും. അതുപോലെ തന്നെ മാരിടൈം ടെക്നോളജിയിൽ 2 ഇയേഴ്സ് MTech പ്രോഗ്രാം കൊൽക്കത്ത ക്യാമ്പസിലാണ്. അതുപോലെ തന്നെ 2 ഇയേഴ്സ് MTech പ്രോഗ്രാമായുള്ള നേവൽ ആർക്കിടെക്ചർ അത് വരുന്നത് വിശാഖപട്ടണം ക്യാമ്പസിലാണ്. 2 ഇയേഴ്സ് MTech ഡിസൈനിങ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വിശാഖപട്ടണം ക്യാമ്പസിലാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വിശാഖപട്ടണം ക്യാമ്പസിൽ വരുന്നുണ്ട്. MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ ഗാറ്റി ശക്തി വിശ്വവിദ്യാലയയിലും സെക്കൻഡ് ഇയറിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലും വെച്ച് നടത്തുന്ന പ്രോഗ്രാമാണത്. അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാമുണ്ട്. 1 ഇയർ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ചെന്നൈ, നവി മുംബൈ ക്യാമ്പസുകളിലും 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാരിടൈം എഞ്ചിനീയറിംഗ് മുംബൈ പോർട്ട് ക്യാമ്പസിലുമാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാമിൽ PhD പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കൂ, സ്കൂൾ ഓഫ് നോട്ടിക്കൽ സയൻസിൽ BSc നോട്ടിക്കൽ സയൻസും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അതാണ് DNS എന്ന് പറഞ്ഞിട്ട് നേരത്തെ കണ്ടത്. ഇവിടെ മാരിടൈം ഓപ്പറേഷൻ മാനേജർ ആവാം, അതുപോലെ മാരിടൈം ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആവാം, അതുപോലെ തന്നെ മാരിടൈം ടെർമിനൽ മാനേജർ ആവാം, ഷിപ്പിംഗ് ഏജൻറ്റ് ആവാം, ഡെക്ക് ഓഫീഷ്യൽ ആവാം, അതുപോലെ മാരിടൈം പൈലറ്റ് ആവാം, മാരിടൈം ടെക്നീഷ്യൻ ആവാം. ഈ ഒരു 3 ഇയർ BSc നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. 60% മാർക്കോടുകൂടി +2 പാസ്സായ ആളുകൾക്ക്. അതുപോലെ തന്നെ മിനിമം 50% ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കല്യാണം കഴിക്കാത്ത ആളുകൾ, അൺമാരീഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വാലിഡ് റാങ്ക് ഉണ്ടായിരിക്കും. ഇതാണ് എലിജിബിലിറ്റി ആയി പറയുന്നത്. ഏജ് എന്ന് പറയുന്നത് മെയിലിനെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. OBC 28, SC ST 30 ആണ്. ഫീമെയിൽ ജനറൽ 27, OBC 30,
SC/ST 32 ഇതാണ് ഏജിൻ്റെ കാര്യം പറയുന്നത്. ഇനി റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റിന് 5% റിലാക്സേഷൻ ഉണ്ട് എലിജിബിലിറ്റി മാർക്സിൻ എക്സാമിനേഷനകത്ത്. എന്നാൽ ഈ പറയുന്ന ഇംഗ്ലീഷ് കോറിൽ ആ ഒരു 5% റിലാക്സേഷൻ ഇല്ല. പക്ഷേ അവിടെ ഉള്ള ആളുകളുണ്ട് 5% റിലാക്സേഷൻ കൊടുക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നുമുള്ള ST കാറ്റഗറിയിൽ ട്രൈബൽസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും ട്രൈബൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷദ്വീപിൽ നിന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നും ആയിരിക്കണം. അവർക്കൊരു 5% റിലാക്സേഷൻ ഇംഗ്ലീഷ് മാർക്കിൽ കൊടുക്കുന്നത്. ബാക്കി ആർക്കും തന്നെ SC/ST വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ തന്നെ ബാക്കി ആർക്കും തന്നെ ഈ പറഞ്ഞ റിലാക്സേഷൻ ഇംഗ്ലീഷിൻ്റെ മാർക്കിലില്ല. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കിൽ 5% റിലാക്സേഷൻ ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്സും ഐസൈറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 1 ഇയർ പ്രോഗ്രാം ആണെങ്കിലും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്. 1 ഇയറിൻ്റെ DNS പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി പറയുമ്പോഴും ഏജൊക്കെ പറയുമ്പോഴും സെയിം സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം അതിൽ മാറ്റമൊന്നുമില്ല, അതെല്ലാം സെയിമാണ്. അതുപോലെ തന്നെ BTech മാരിടൈം എഞ്ചിനീയറിംഗ് 4 ഇയർ കോഴ്സാണ്. അതുപോലെ MTech പ്രോഗ്രാം 2 ഇയേഴ്സ് പ്രോഗ്രാമാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ്, പ്രൊജക്ട് മാനേജർ, അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജർ, മറൈൻ സർവേയർ, അതുപോലെ കൺസൾട്ടൻറ്റ്, റിസർച്ചർ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ 4 ഇയർ പ്രോഗ്രാമിന് നേരത്തെ പറഞ്ഞ സെയിം എലിജിബിലിറ്റിയാണ്, ഒരു വ്യത്യാസവും ഇല്ല, അത് സെയിം എലിജിബിലിറ്റിയാണ്. ഏജ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം ഏജ് തന്നെയാണ്. അതുപോലെ മാർക്കിൻ്റെ റിലാക്സേഷനും സെയിമാണ്. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിമാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. എന്നാൽ മാറ്റം വരാവുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകളിൽ മാത്രമാണ് ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ ആകുമ്പോൾ അതാണ് നമ്മൾ പറയാനുള്ളത് ഇനി. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം UG പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കൊക്കെ സെയിം, വേറെ വ്യത്യാസവും ഇല്ല. ബാക്കി എല്ലാം സെയിമാണ്. എന്നാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓരോ കോഴ്സുകൾക്കും വ്യത്യാസമാണ്. അത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും പറയുന്ന 4 ഇയേഴ്സിൻ്റെ ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളാണ്. നിങ്ങളവിടെ 4 വർഷമാണെങ്കിൽ 4 വർഷം താമസിച്ച് പഠിക്കേണ്ടതാണ്. അല്ലാതെ ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വരാമെന്നൊന്നും ചിന്തയൊന്നും പാടില്ല. കാരണം അങ്ങനെയല്ല ഇതിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ ഉള്ളത്. നിങ്ങളവിടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ 2 ഇയേഴ്സ് MTech പ്രോഗ്രാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണെങ്കിൽ അവിടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനാണ്. മെക്കാനിക്കൽ, സിവിൽ, മാരിടൈം, നേവൽ ആർക്കിടെക്ചർ, BTech ഫിഷറീസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ വേറെ കാര്യങ്ങളുണ്ട്. അവിടെ ഏജ് ലിമിറ്റ് ഇല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾക്ക് ഒന്നിനും തന്നെ ഏജ് ലിമിറ്റ് ഇല്ല. ദർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ സെയിമാണ്. എന്നാൽ ഇവിടെ MTech ആണെങ്കിൽ അതിന് BTech ആയിട്ട് യോഗ്യത വരും. ഇനി MBA ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ വിത്ത് ഈ പറഞ്ഞ പോലെ അതേ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു COC സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ നേടണം. അത് നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പരിശീലനം കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് ആ COC സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ MBA പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് CUET PG നടത്തുന്ന 2025 PG അല്ലെങ്കിൽ CAT, MAT ഇതിൻ്റെ സ്കോറൊക്കെ MBAക്ക് പരിഗണിക്കുന്നതാണ്. അപ്പോൾ MBA പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാം മാത്രം നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് CATO MATO ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കോറൊക്കെ ഇവിടെ പരിഗണിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.